New social and political groups. The study of the 1,000 years between 700 and 1750 is a huge challenge to historians, largely because of the scale and variety of developments that occurred over the period. അപ്പോൾ ഈ കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കുക, അതായത് 700-നും 1750-ക്കും ഇടയ്ക്കുള്ള ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചലഞ്ചിങ് ആയിരുന്നു. കാരണം ധാരാളം മാറ്റങ്ങൾ വന്ന ഒരു പീരീഡാണ് ഇത്, അല്ലെങ്കിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. At different moments in this period, new technologies made their appearance, like the Persian wheel in irrigation, the spinning wheel in weaving, and firearms in combat. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം പുതിയ പുതിയ ടെക്നോളജീസ് നമ്മുടെ നാട്ടിലേക്ക് വന്നു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് പേർഷ്യൻ വീൽ, ഇറിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള പേർഷ്യൻ വീലാണ്. പിന്നെ സ്പിന്നിങ് വീൽ, വീവിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്പിന്നിങ് വീല്, അതേപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫയർ ആംസ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജീസാണ്, അല്ലെങ്കിൽ മാറ്റങ്ങളാണ്. ഈ ടെക്നോളജീസ് മാത്രമല്ല, ന്യൂ ഫുഡ്സ് ആൻഡ് ബിവറേജസ് അറൈവ്ഡ് ഇൻ ദ സബ് കോണ്ടിനെൻറ്റ്, പൊട്ടറ്റോസ്, കോൺസ്, ചില്ലീസ്, ടീ ആൻഡ് കോഫി. അപ്പോൾ പുതിയ പുതിയ ആഹാരങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസും ബിവറേജസും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നു. അപ്പോൾ ഇപ്പോൾ വന്ന ഈ ഒരു കാലഘട്ടത്തിൽ വന്ന കാര്യങ്ങളാണ് പൊട്ടറ്റോ, കോൺ, ചില്ലീസ്, ടീ, കോഫി പോലെയുള്ള കാര്യങ്ങൾ. Remember that all these innovations, new technologies and crops came along with people who brought other ideas with them as well. അപ്പോൾ ആളുകൾ ഓരോരോ പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാത്രമല്ല, അവരുടെ കൂടെ വെറൈറ്റി ഐഡിയാസും കൂടെ നമ്മുടെ നാട്ടിലേക്ക് എത്തി. As a result, this was a period of economic, political, social and cultural changes. അപ്പോൾ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു ടൈം പീരീഡാണ് ഇത്. അപ്പോൾ മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ട്, പൊളിറ്റിക്കലി അല്ലെങ്കിൽ സോഷ്യലി, കൾച്ചറലി ഒക്കെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ, 700-നും 1750-ക്കും ഇടയ്ക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കും. ദിസ് വാസ് ഓൾസോ എ പീരീഡ് ഓഫ് ഗ്രേറ്റ് മൊബിലിറ്റി. അതായത് ധാരാളം ആളുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു. ഒന്നെങ്കിൽ അവരവിടെ സെറ്റിൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അതാണ് മൊബിലിറ്റി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ് ഇൻ സെർച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോരോ അവസരങ്ങൾ തേടിയ ആളുകൾ ധാരാളം ദൂരം ട്രാവൽ ചെയ്തു. The subcontinent held immense wealth and the possibilities for people to carve a fortune. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്ന പോസിബിലിറ്റീസ് ഒക്കെ കാരണം ആളുകൾക്ക് നല്ല ഒരു ഫ്യൂച്ചർ തന്നെയായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. One group of people who became important in this period were the Rajputs, a name derived from Rajaputra, the son of a ruler. അപ്പം ഈ ഒരു ടൈം പീരീഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നേടിയ ഒരു ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ അത് രജപുട്സ് ആണ്. രജപുട്സ് എന്ന് പറഞ്ഞാൽ രജപുത്ര എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്നാണ് ഈ രജപുട്സ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. രജപുത്ര എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മകൻ, അല്ലേ? രജപുത്ര, രാജാവിൻ്റെ മകൻ, അതാണ് ആ വേർഡിൻ്റെ മീനിങ്. Between the 8th and 14th centuries, the term was applied more generally to a group of warriors who claimed Kshatriya caste status. അതേപോലെ തന്നെ 14th century, 8th centuryക്കും 14th centuryക്കും ഇടയിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. അവരെ ക്ഷത്രിയ എന്ന് പറയുന്ന ആ ഒരു കാസ്റ്റ് സ്റ്റേറ്റസിലാണ് അറിയപ്പെടുന്നത്. അതായത് വാരിയേഴ്സ്, അതാണ് ഈ ക്ഷത്രിയ ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ. The term included not just rulers and chieftains, but also soldiers and commanders who served in the armies of different monarchs all over the subcontinent. അപ്പോൾ ഇതിൽ ജസ്റ്റ് റൂൾ ചെയ്തിരുന്ന ആളുകളോ അല്ലെങ്കിൽ തലവന്മാരായിട്ടിരിക്കുന്ന ആളുകളോ മാത്രമായിരുന്നില്ല, സോൾജിയേഴ്സും കമാൻഡേഴ്സും ഒക്കെ വരും. ആർമീസിൽ മുന്നിൽ നിൽക്കുന്ന സോൾജിയേഴ്സ്, കമാൻഡേഴ്സ് ഒക്കെ ഇല്ല, അവരെല്ലാം ഈ പറയുന്ന ഈ ഒരു കാറ്റഗറിക്കകത്ത് വരും. A chivalric code of conduct, extreme valor and a great sense of loyalty were the qualities attributed to Rajputs by the poets and the bards. അപ്പം പോയറ്റ്സ് ഒക്കെ ഇവരെക്കുറിച്ച്, രജപുട്സിനെ കുറിച്ച് എഴുതുമ്പോൾ അവർക്ക് പറയുന്ന ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഓണസ്റ്റ് ആണ്, അതേപോലെ തന്നെ നല്ല ധീരന്മാരാണ്, ലോയൽ ആയിട്ടുള്ള ആളുകളാണ്, നല്ല നീതിമാന്മാരായിട്ടുള്ള, ഇങ്ങനത്തെ കുറേ ക്വാളിറ്റീസ് ആയിരുന്നു രജപുട്സിനെ കുറിച്ച് അന്നുണ്ടായിരുന്ന പോയറ്റ്സ് എഴുതിയപ്പോൾ പറഞ്ഞിരുന്നത്. Other groups of people such as the Marathas, Sikhs, Jats, Ahoms and Kayasthas also used the opportunity of the age to become politically important. മറ്റ് ഗ്രൂപ്പിലുള്ള ആളുകളും ഈ ഒരു ടൈം പീരീഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. Throughout this period, there was a gradual clearing of forest and the extension of agriculture, a change faster and more complete in some areas than in others. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നല്ല മാറ്റങ്ങൾ, അതായത്
നല്ലപോലെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യുക, എന്നിട്ട് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. ഓരോരോ ചേഞ്ചസ് വളരെ പെട്ടെന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഓരോരോ ഏരിയാസ് പെട്ടെന്ന് തന്നെ അത് മാറിക്കൊണ്ടിരുന്നു. ചേഞ്ചസ് ഇൻ ദ ഹാബിറ്റാറ്റ് ഫോഴ്സ് മെനി ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ടു മൈഗ്രേറ്റ്. ആളുകളുടെ ആ ഒരു ജീവിത രീതി മാറി മാറി വന്നപ്പോഴത്തേക്കിന് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്, അതായത് കാട്ടിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ അവരവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങി. അതർ സ്റ്റാർട്ടഡ് ടൈലിംഗ് ദ ലാൻഡ് ആൻഡ് ബിക്കം പെസൻസ്. ചില ആളുകൾ അവരുടെ നിലമൊക്കെ ഉഴുത് പെസൻസ് ആയിട്ട്, അതായത് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് അവർ മാറി. These new peasants groups gradually began to be influenced by regional markets, chieftains, priests and monasteries and temples. അപ്പോൾ ഈ പുതിയ പെസൻറ്റ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെസൻസ് കൃഷി എന്ന് പറഞ്ഞാൽ വളരെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുറേ ടാക്സസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് മാർക്കറ്റ്സ്, ചീഫ്റ്റെയിൻസ്, പ്രീസ്റ്റ്, മൊണസ്ട്രീസ്, ടെമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. They become part of large complex societies and were required to pay taxes and offer goods and services to local lords. അപ്പോൾ ഇവർ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം രാജാവിന് സമർപ്പിക്കുക, ടാക്സ് പേ ചെയ്യുക, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ പെസൻസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആസ് എ റിസൾട്ട് സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിഫറൻസസ് എമേഴ്സിംഗ് എമംഗ് പെസൻസ്. അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ പൈസയുടെ, അല്ലെങ്കിൽ ആളുകൾ എന്തോരം പ്രൊഡക്ട്സ് ആണ് നിർമ്മിക്കുന്നത്, എന്തോരം ക്രോപ്സ് ആണ് അവർ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്, എന്തോരം അവർക്ക് രാജാവിന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തോരം അവർക്ക് ടാക്സ് അവർക്ക് പേ ചെയ്യാൻ പറ്റും, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആളുകൾക്കിടയിൽ ഒരു ഡിഫറൻസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. Some possessed more productive land, others also kept cattle, and some combined artisanal work with agriculture activity during the lean season. അപ്പോൾ ചില ആളുകൾക്ക് ധാരാളം ലാൻഡ് അവരുടെ കൈവശമുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ട്സ് അവർക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റി, അല്ലെങ്കിൽ ക്രോപ്സ് അവർക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ചില ആളുകളാണെങ്കിൽ കാറ്റിൽസിനെ കൂടെ ഇതിൻ്റെ കൂടെ മേയിച്ചിരുന്നു. ചില ആളുകളാണെങ്കിൽ ആർട്ടിസണൽ വർക്ക്സ്, എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ കൂടി ഇതിൻ്റെ കൂടെ മിങ്കിൾ ചെയ്ത് അവരങ്ങനെ അഗ്രികൾച്ചർ ആക്ടിവിറ്റി കുറഞ്ഞിരിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഹാർവസ്റ്റിംഗ് സീസൺ ഒന്നും അല്ലാണ്ടിരിക്കുന്ന ടൈമിൽ അവർ അങ്ങനെ ആർട്ടിസണൽ വർക്കിലൂടെയും ജീവിച്ചിരുന്നു. As society became more differentiated, people were grouped into jadis or subcastes and ranked on the basis of their backgrounds and their occupations. അതേപോലെ തന്നെ ഈ സൊസൈറ്റി മാറി മാറി വരുന്ന അനുസരിച്ചിട്ട് ആളുകൾ ഗ്രൂപ്പ് ആവാനായിട്ട് തുടങ്ങി. ജാതി, സബ്കാസ്റ്റ് എന്ന് പറയുന്ന കാര്യമൊക്കെ ആ ഒരു ടൈമിലാണ് എമേർജ് ആയി വരുന്നത്. അപ്പോൾ അത് അവരുടെ ബാക്ക്ഗ്രൗണ്ട്സിൻ്റെ ബേസിസിലും, അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ഒക്യുപ്പേഷൻ്റെ ബേസിസിലുമായിരുന്നു ഈ ജാതികളൊക്കെ വന്നത്. Ranks were not fixed permanently and varied according to the power, influence and resources controlled by members of the jati. റാങ്ക് എന്ന് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് അല്ലെ, പെർമനൻ്റ് ആയിട്ടുള്ള ആയിരുന്നില്ല. ആളുകളുടെ ആ ഒരു സ്റ്റേറ്റസ് മാറുന്ന അനുസരിച്ചിട്ട് അവരുടെ റാങ്ക്സും മാറി മാറി വന്നു. The status of some jati could vary from area to area. അതേപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലുള്ള ആളുകളുടെ, അല്ലെങ്കിൽ എല്ലാ ജാതീസിനും ഇന്ന ഏരിയയിൽ ഇവർ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരിക്കാം, പക്ഷേ ആ ഏരിയയിൽ വേറൊരു ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കത്തില്ല ഈ ഒരു ജാതി. അപ്പോൾ ഏരിയ അനുസരിച്ചിട്ടും ഇത് ഡിഫേർഡ് ആയിട്ട് വന്നു. ജാതീസ് framed their own rules and regulations to manage the conduct of their members. അപ്പോൾ അവിടുത്തെ മെമ്പേഴ്സിനെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓരോ ജാതിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. ദീസ് റെഗുലേഷൻസ് were enforced by an assembly of elders described in some areas as the ജാതി പഞ്ചായത്ത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജാതി പഞ്ചായത്തിൽ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് മെമ്പേഴ്സ് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരുമായിരുന്നു. ബട്ട് ജാതീസ് വെയർ ഓൾസോ റിക്വയർഡ് ടു ഫോളോ ദ റൂൾസ് ഓഫ് ദെയർ വില്ലേജസ്. പക്ഷേ ജാതീസ് എന്ന് പറഞ്ഞാൽ വില്ലേജസിൻ്റെ ഓരോരോ റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വന്നു. സെവറൽ വില്ലേജസ് വെയർ ഗവേൺഡ് ബൈ എ ചീഫ്റ്റെയിൻ. മിക്കതും ഒരു ലീഡർ ഉണ്ടായിരിക്കും, ഒരു തലവൻ കാണും. ആ തലവൻ്റെ അണ്ടറിലായിരിക്കും വില്ലേജിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ വരുന്നത്. ടുഗദർ ദേ വെയർ ഓൺലി വൺ സ്മോൾ യൂണിറ്റ് ഓഫ് എ സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റിന് ചെറിയൊരു ഭാഗം മാത്രം അത് നോക്കി നടത്താൻ വേണ്ടിയിട്ട് വരെ ഒരു ചീഫ്റ്റെയിന് ഉണ്ടായിരുന്നു. റീജിയൻ ആൻഡ് എംപയർ. ലാസ്റ്റ് സ്റ്റേറ്റ്സ് ലൈക്ക് ദോസ് ഓഫ് ചോലാസ്, തുഗ്ലക്സ് ഓഫ് മുഗൾസ് എൻകംപാസ്ഡ് മെനി റീജിയൻ. അപ്പോൾ ചില ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. എ സാൻസ്ക്രിറ്റ് പ്രശസ്തി പ്രൈസിംഗ് ദ ഡൽഹി സുൽത്താൻ ഗ്യാസുദ്ദീൻ ബൽബാൻ എക്സ്പ്ലെയിൻ ദാറ്റ് ഹി വാസ് റൂളർ ഓഫ് എ വാസ്റ്റ് empire that stretched from Bengal in the east to Ghazni in Afghanistan in the west and included all of South India. അപ്പോൾ ഒരു സാൻസ്ക്രിറ്റ് പ്രശസ്തി എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ.
അപ്പോൾ ഒരു സാംസ്കൃത് പ്രശസ്തിയിൽ, അതായത് രാജാവിനെ പുകഴ്ത്തി എഴുതുന്ന ഒരു കാര്യം, അങ്ങനെ അങ്ങ് കരുതിയാൽ മതി. അപ്പോൾ ഒരു ഡൽഹി സുൽത്താൻ ഉണ്ടായിരുന്നു, ഗിയാസുദ്ദീൻ ബാൽബാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വലിയ ഒരു ഏരിയയുടെ റൂളറായിട്ടാണ് ആ ഒരു പ്രശസ്തിയിൽ പറയുന്നത്. അതായത് ബംഗാൾ മുതൽ അഫ്ഗാനിസ്ഥാനിലുള്ള ഗസ്നി എന്ന് പറയുന്ന സ്ഥലം, അവിടം വരെയുള്ള സ്ഥലം, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് സൗത്ത് ഇന്ത്യ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർത്ത് നോക്കി എന്തോരം ലാൻഡിൻ്റെ അധിപനായിട്ടാണ് അദ്ദേഹത്തിനെ ആ ഒരു പ്രശസ്തിയിൽ കാണിച്ചിരിക്കുന്നത്. People of different regions, Gauda, Andhra, Kerala, Karnataka, Maharashtra and Gujarat apparently fled before his armies. അതായത് ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ ആർമിയുടെ മുന്നിൽ തലകുനിച്ചവരാണെന്നാണ് പറയുന്നത്. ഹിസ്റ്റോറിയൻസ് റിഗാർഡ് ദീസ് ആസ് എക്സാജറേറ്റഡ് ക്ലെയിംസ് ഓഫ് കോൺഗ്രസ്. പക്ഷേ ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഇത് ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് ഇച്ചിരി പുകഴ്ത്തി ഇങ്ങനെ കാണിച്ചിരിക്കുകയാണെന്നാണ്. At the same time, they try to understand why rulers kept claiming to have control over different parts of the subcontinent. പക്ഷേ എന്നിട്ടും എന്തിനാണ് ഇവരിങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥലത്തിൻ്റെ ഒരു അധിപനായിരുന്നു ഞാൻ എന്ന് റൂളേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ അതിലെന്തുകൊണ്ടാണ് അവർ ആനന്ദിച്ചിരുന്നത് എന്നുള്ളതും ഹിസ്റ്റോറിയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. By 700, many regions already possess distinct geographical dimensions and their own language and cultural characteristics. അപ്പോൾ ഒരു 700 ഒക്കെ ആയപ്പോഴത്തേക്കിന് തന്നെ മിക്ക ആളുകൾക്കും സ്വന്തമായിട്ട് മിക്ക റീജിയൻസും അവരവരുടെ ഏരിയാസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഏരിയാസ് ഇത്രയും വരെ ഞങ്ങളുടെ ലാൻഡാണ് എന്നവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു ലാംഗ്വേജ്, സ്വന്തമായിട്ടൊരു കൾച്ചർ, രീതി, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദേ വർ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് റൂളിംഗ് ഡൈനാസ്റ്റീസ്. അതേപോലെ തന്നെ ഓരോരോ ഡൈനാസ്റ്റീസ്, ഓരോരോ രാജവംശങ്ങളായിരുന്നു അത് ഭരിച്ചിരുന്നത്. ദർ വെർ കൺസിഡറബിൾ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദീസ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഓരോരോ രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അത് സ്വാഭാവികമാണ്. Occasionally, dynasties like the Cholas, Khaljis, Tughlaqs and Mughals were able to build an empire that was pan-regional, spanning diverse regions. അതേപോലെ തന്നെ ഈ വലിയ വലിയ ഡൈനാസ്റ്റീസ് ഒരുപാട് റീജിയൻ അവരുടെ അണ്ടറിലാക്കി വലിയ വലിയ ഡൈനാസ്റ്റീസ് ആയിട്ട് അവർ മാറി. നോട്ട് ഓൾ ദീസ് എംപയേഴ്സ് വെർ ഈക്വലി സ്റ്റേബിൾ ഓർ സക്സസ്ഫുൾ. അപ്പോൾ ഈ എല്ലാ ഡൈനാസ്റ്റീസും ഇങ്ങനെ അവരെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവരങ്ങനെ സക്സസ്ഫുൾ ആയി എന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം.